Hello everyone, welcome to Expert Gain Corporate Training and Consulting. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കൗണ്ടിങ് ഫോർമുലയെ കുറിച്ച്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ കൗണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്കിവിടെ ഈ ജർമ്മനി, ഇപ്പോൾ കൺട്രിയുടെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ജർമ്മനി എത്ര തവണ വന്നിട്ടുണ്ട് എന്നറിയണം. പ്രിസൈസ്ലി ജർമ്മൻ ടീംസ് എത്ര എണ്ണം ഉണ്ട് എന്നറിയണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൗണ്ടിങ് ഫോർമുല. അതായത് നമുക്ക് കൗണ്ട് അറിയണം, പക്ഷേ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റണം. സോ ഞാൻ ചെയ്യുന്നത് ഇവിടെ പോയിട്ട് ഈക്വൽ ടു കൗണ്ട് എഫ്. അപ്പം എനിക്കറിയേണ്ടത് എത്ര ജർമ്മൻ ടീംസ് ഉണ്ട് നമ്മൾ ഈ ടേബിളിൽ നിന്ന്. അപ്പോൾ അതിന് കൺട്രി നോക്കിയാൽ മതി. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് കൗണ്ടിങ്. അപ്പം ആദ്യം ചോദിക്കുന്നത് റേഞ്ചാണ്. ആൻഡ് റേഞ്ച് ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. ഫോമായിട്ട് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ജർമ്മനി ആണെങ്കിൽ അപ്പം അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫോമുലയിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും വേർഡ്സ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് വേണം നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ടൈപ്പ് ചെയ്യാണ് ജർമ്മനി, വീണ്ടും ഡബിൾ ഇൻവേർട്ടഡ് കോമ ഇട്ടു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ എനിക്ക് 3 എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടി. അതായത് ഈ ഒരു ടേബിളിൽ ജർമ്മൻ ടീംസ് 3 പേരുണ്ട്, അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുന്ന ഒരു വേർഡ് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ജർമ്മനി എന്ന് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇറ്റലി എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇറ്റാലിയൻ ടീംസ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാവും. അതായത് ഇവിടെ നമുക്ക് കൗണ്ടാണ് അറിയാം, പക്ഷേ ഇവിടെ പ്രിസൈസ്ലി നമുക്ക് ഒരു കണ്ടീഷൻ കൊടുക്കാൻ പറ്റും.